ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. സംസ്ഥാനത്ത് ഇന്ന് 7025 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8511 പേർ രോഗമുക്തി നേടി. 28 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50,010 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളത്ത് 1042ഉം തൃശൂരിൽ 943ഉം കോഴിക്കോട് 888ഉം രോഗബാധിതരാണ് ഇന്നുള്ളത്. കൊല്ലത്ത് 711ഉം ആലപ്പുഴയിൽ 616ഉം തിരുവനന്തപുരത്ത് 591ഉം മലപ്പുറത്ത് 522ഉം രോഗബാധിതരുണ്ട്. 89,675 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 3,48,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 1,512 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള എറണാകുളം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 1042 പേരിൽ 841 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 178 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. തൃശൂരിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 943 പേരിൽ 920 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1049 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 888 പേരിൽ 873 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 9333 ആയി. കൊല്ലം ജില്ലയിൽ ഇന്ന് 711 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇന്ന് 5 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 704 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗബാധ. 16.5 ആണ് ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോർപ്പറേഷൻ പരിധിയിലെ സമ്പർക്ക രോഗവ്യാപനം വലിയ തോതിൽ പെരുകുന്നില്ലെങ്കിലും ശരാശരി പ്രതിദിനം 150 പേർക്കെങ്കിലും രോഗം സ്ഥിരീകരിക്കുന്നുവെന്നത് ആശങ്കാജനകമാണ്. 5 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ കോവിഡ് മരണസംഖ്യ 118 ആയി. ഇന്ന് 838 പേർ രോഗമുക്തരായി എന്നത് ആശ്വാസകരമാണ്. ജില്ലയിൽ ഇതുവരെ 34,241 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതിൽ 27,722 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 6,516 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 616 പേരിൽ 591 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 8,538 ആണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91.54% പിന്നിട്ടു. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 5,70,000-ഓളം പേരാണ്. 47,000-ഓളം പേർക്ക് കൂടി കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ഇതിനകം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 81,84,000 കവിഞ്ഞു. 1,22,000-ലേറെ പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. 1.49% മരണനിരക്ക്. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,64,00,000-ലേക്ക്. 1,17,00,000-ലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതുവരെ 12 ലക്ഷത്തിലേറെ പേർ മരണമടഞ്ഞു. അമേരിക്കയിലും ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ കുത്തനെയുള്ള ഉയർച്ചയാണ് ദൃശ്യമാകുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം സർക്കാരിന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ച 15 സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരേഡിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഇന്ന് സല്യൂട്ട് സ്വീകരിച്ചു. വിവിധ പോലീസ് മെഡലുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ പോൾ സക്കറിയയ്ക്ക്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്ന് 64 വർഷം പൂർത്തിയായി. 1956 നവംബർ 1-നായിരുന്നു തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3ആയി കിടന്ന പ്രദേശങ്ങൾ ഒരുമിച്ച് ചേർത്ത് കേരളം രൂപീകരിച്ചത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. എല്ലാ മലയാളികൾക്കും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ കേരളപ്പിറവി ആശംസകൾ നേർന്നു. ഭരണരംഗത്ത് മലയാളം ഉപയോഗിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള ദിന സന്ദേശം ഓൺലൈനായി നൽകുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഓഫീസുകളിൽ നിന്ന് കത്തും ഉത്തരവുകളും മലയാളത്തിൽ ലഭിക്കുകയെന്നത് ജനങ്ങളുടെ ഭാഷാപരമായ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഇയർമോൾഡോട് കൂടിയ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡുകൾ വിതരണം ചെയ്യുന്ന ശ്രവൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ ശൈലജ നിർവഹിച്ചു. സഹായ ഉപകരണങ്ങൾ ആവശ്യമായ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അവ ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മ്യൂസിയവും മൃഗശാലയും തുറന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ കർശന കോവിഡ് പ്രോട്ടോകോൾ ഉറപ്പാക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ. സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കണമെന്നും ശരീരോഷ്മാവ് പരിശോധിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ 65 വയസ്സും അതിന് മുകളിലുമുള്ള എല്ലാ വിഭാഗം തടവുകാരുടെയും അവധി 1 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. തിരികെ ജയിലിൽ പ്രവേശിക്കേണ്ട തീയതി മുതൽ 1 മാസത്തേക്ക് കൂടിയാണ് ഇളവ്. കെപിസിസി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക പ്രതിഷേധം. ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടാൽ ആത്മാഭിമാനമുള്ള സ്ത്രീ മരിക്കുമെന്നായിരുന്നു പരാമർശം. ഇത് വിവാദമായതോടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ചു. മുല്ലപ്പള്ളിയുടെ പരാമർശം സമൂഹത്തിനാകെ അപമാനകരമാണെന്ന് വനിതാ ശിശുവികസന മന്ത്രി കെ ശൈലജ പ്രതികരിച്ചു. പരാമർശത്തിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി കെട്ടിയ ആനമതിൽ പലയിടങ്ങളിലായി ആനകൾ തന്നെ തകർത്തിരിക്കുകയാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നെത്തിയാണ് കാട്ടാനകൾ ഫാമിൽ തമ്പടിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 7 പേർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. വ്യാപകമായ കൃഷിനാശവും ഉണ്ടാക്കുന്നുണ്ട്. വനംവകുപ്പ് അധികൃതർ കഠിന ശ്രമത്തിലൂടെ ആനകളെ കാട്ടിലേക്ക് തിരികെ അയക്കുന്നുണ്ടെങ്കിലും വീണ്ടും ആനകൾ എത്തുകയാണ്. വളയംചാൽ മുതൽ പൊട്ടിച്ചിപ്പാറ വരെയുള്ള 10 കിലോമീറ്റർ നീളത്തിൽ ആനമതിൽ നിർമ്മിക്കാനായി 22 കോടി രൂപ അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ല. മൂന്നാർ മേഖലയിലെ മാലിന്യ സംസ്കരണത്തിനും ടൂറിസം വികസനത്തിനുമായി ഹരിത കേരളം മിഷനോട് ചേർന്ന് വിവിധ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. ഉത്തരവാദിത്ത ടൂറിസത്തിനുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെയും ഹരിത മിഷന്റെയും ശുചിത്വ മിഷന്റെയും സഹായത്തോടെയാണ് മൂന്നാറിൽ പുതിയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ടൌൺ മേഖലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നിലവിൽ 65 തൊഴിലാളികളാണ് പഞ്ചായത്തിനുള്ളത്. ലോക്ഡൌണിന് മുൻപ് ദിവസം ശരാശരി 15 ടൺ വരെ മാലിന്യങ്ങളാണ് ടൌണിൽ നിന്ന് ശേഖരിച്ചിരുന്നത്. എന്നാൽ ലോക്ഡൌൺ സമയത്ത് വിനോദസഞ്ചാരികൾ ഇല്ലാതായതോടെ മാലിന്യത്തിന്റെ അളവ് 4-1 ചുരുങ്ങി. വിനോദസഞ്ചാരികൾ മുഖേന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ എത്തുന്നത് തടയാൻ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും. മൂന്നാറിലേക്ക് 3 പ്രധാന പാതകളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് പരിശോധനയും ബോധവൽക്കരണവും നടത്തും. IPL ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 9 വിക്കറ്റ് വിജയം. 154 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 18.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് എടുത്തു. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്തയെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കൊൽക്കത്ത 19.2 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് നേടിയിട്ടുണ്ട്. നെയ്യാർ സഫാരി പാർക്കിൽ നിന്ന് ചാടിപ്പോയ കടുവയെ പിടികൂടി കൂട്ടിലടച്ചു. ഇന്നലെ തുടങ്ങി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടെ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടിയത്. വയനാട്ടിൽ നിന്ന് നെയ്യാർ ഡാമിലെ പാർക്കിലെത്തിച്ച പെൺകടുവ ഇന്നലെയാണ് കൂട് തകർത്ത് പുറത്തു ചാടിയത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് വനം മന്ത്രി കെ രാജു അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDF ഇന്ന് സംസ്ഥാന വ്യാപകമായി വഞ്ചനാ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, UDF കൺവീനർ MM ഹസൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി സമരശൃംഖല സംഘടിപ്പിച്ചു. സമരശൃംഖലയുടെ സംസ്ഥാനതല ഉദ്ഘാടനം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിർവഹിച്ചു. CPIMന്റെ എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും ഇന്ന് മാധ്യമങ്ങളുടെ നുണപ്രചാരണങ്ങൾക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 1 ലക്ഷത്തിലേറെ കേന്ദ്രങ്ങളിലാണ് കൂട്ടായ്മ നടന്നത്. മാധ്യമങ്ങൾ സർക്കാരിനെതിരെ നുണപ്രചാരണങ്ങളും വിവാദങ്ങളും ചമയ്ക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു കൂട്ടായ്മ. കോവിഡ് മഹാമാരി കാലത്ത് ജനങ്ങളുടെ ഒപ്പം നിന്ന് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് കോർപ്പറേഷൻ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിർമ്മിച്ച എസ്കലേറ്റർ കം എലിവേറ്റഡ് ഫുട് ഓവർബ്രിഡ്ജ്, നവീകരിച്ച ഫുട് പാത്ത് എന്നിവയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര നഗരകാര്യ മന്ത്രി ഹർദീപ് സിംഗ് പുരി ചടങ്ങിൽ സന്ദേശം നൽകി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.